ആദത്തിന് യഥാർത്ഥത്തിൽ കുറ്റം ഉണ്ടായിരുന്നില്ല. ഹി വാസ് സിൻലെസ്. എന്താണ്? അദ്ദേഹത്തിന് ഫാദർ ഉണ്ടായിരുന്നില്ല, മനുഷ്യപിതാവ് ഉണ്ടായിരുന്നില്ല, ആപ്പിൾ സിൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദം വളരെ ശുദ്ധനായിരുന്നു, വളരെ ക്ലീൻ ആയിരുന്നു, സിൻലെസ് ആയിരുന്നു. പക്ഷേ ആപ്പിൾ സിൻ ആയപ്പോഴത്തേക്ക് വയലേഷൻ നടന്നു. വയലേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ വിൽ ഓഫ് ദ ഗോഡ്. ദൈവം പറഞ്ഞത് തിന്നരുത്, തിന്നു. അപ്പോൾ ദൈവത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദൈവം അദ്ദേഹത്തെ മാത്രമല്ല ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകളെ മൊത്തം ഒറ്റ അടിക്ക് അങ്ങ് ശപിക്കുകയാണ്. ഭയങ്കര പേഷ്യൻസും വളരെ കൺട്രോളും സെൽഫ് കൺട്രോളും ഒക്കെ ഉള്ള ഒരു ദൈവമാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ഒരു പഴത്തിൻ്റെ കേസാണ്. അപ്പോൾ ആദം വാസ് സിൻലെസ് ആസ് ഹി വാസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് സെക്സ്വൽ യൂണിയൻ യെറ്റ് ഡൈസ് ബിക്കോസ് ഓഫ് ദ ഒറിജിനൽ സിൻ, ആപ്പിൾ സിൻ. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഹേഫ്ലിക് ലിമിറ്റിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, മ്യൂട്ടേഷനെ കുറിച്ച് പറയാറുണ്ട്, സെൽ ഡിവിഷനെ കുറിച്ച് പറയാറുണ്ട്. നമുക്ക് അങ്ങനെ കുറേ ധാരണകളൊക്കെ ആധുനിക ലോകത്തിനുണ്ട്, സയൻസ്. പക്ഷേ ക്രിസ്ത്യാനിറ്റി മരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടുപിടിച്ചു എന്ന് പറയും. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? മരിക്കാൻ കാരണം ആപ്പിൾ തിന്നതാണ്. ആപ്പിൾ തിന്നില്ലായിരുന്നെങ്കിൽ മരണം ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല എന്ന് തന്നെയാണ് ക്രിസ്ത്യാനിറ്റി പറയുന്നത്. ഈ മരണം എന്ന് പറഞ്ഞ സാധനത്തെ ഇങ്ങനെ ഇറക്കുകയാണ് ഇങ്ങോട്ട്. കാരണം അതുവരെ സിൻലെസ് ആണ്, സിൻ കമ്മിറ്റ് ചെയ്തു. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. ഇത്രയും ആർക്കും സംശയവും തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ പാപം ചെയ്തു, ഈ ആപ്പിൾ സിൻ കമ്മിറ്റ് ചെയ്തുകൊണ്ടാണ് മരിക്കുന്നത്. ആഡം മരിച്ചു, അതിനുശേഷം അതിൻ്റെ സന്തതികളെല്ലാം മരിക്കുന്നു. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? പക്ഷേ ജീസസിൻ്റെ കാര്യത്തിലൊന്ന് ആലോചിച്ച് നോക്കുക. ജീസസിന് പുരുഷ സംസർഗം ഇല്ല. മേരിയെ വന്ന് മാലാഖ കാണുന്നു, ഹോളി സ്പിരിറ്റ് ആവേശിക്കുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം എന്നൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല. ഗർഭിണിയാവുന്നു. ജീസസ് തന്നെ ദൈവമാണല്ലോ നേരിട്ട്, 3-1 ദൈവം, മൊത്തം ദൈവം. അങ്ങനെ കണക്കുകൾ എങ്ങനെ നോക്കിയാലും ജീസസ് ദൈവമാണ്. അപ്പോൾ ഇദ്ദേഹം പാപരഹിതനാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, പാപം ചെയ്തവരാണ് മരിക്കേണ്ടത്, പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പക്ഷേ ജീസസ് മരിക്കുന്നു. ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക, വാട്ട് ഈസ് ഹി ഡൈ? നമ്മൾ ഹേഫ്ലിക് ലിമിറ്റും സെൽ ഡിവിഷനും ഒന്നും അവിടെ പറഞ്ഞുകൊണ്ട് വരരുത്. കുറ്റം, ശിക്ഷ, അല്ലെങ്കിൽ ഗവൺമെൻറ് വിസ്തരിച്ചു, അടിച്ചു കൊന്നു എന്നൊന്നും പറയില്ല. അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു ജീസസിനെ കൊന്നതാണ്, അപ്പോൾ നമ്മൾ കൊല്ലപ്പെട്ട ദൈവം എന്ന് പറയും. അതവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ജീസസിനെ ആരും കൊന്നില്ലായിരുന്നേ ജീസസ് ഇന്നും ജീവിച്ചിരുന്നേനെ. നോട്ട് ദ പോയിന്റ് ചാക്കോ, ഈസ് എ ചിരഞ്ജീവി, ഈ ഷുഡ് ബി, അല്ലേ? ഇതൊന്നും ആരും ചിന്തിക്കാറില്ല. എന്തോ കാര്യം ജീസസ് പാപരഹിതനാണ്. പാപരഹിതൻ മരിക്കാൻ പാടില്ല. പാപം ചെയ്ത് പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അങ്ങനെയാണ് തുടങ്ങി വെച്ചത്. ആ നിയമം മാറ്റാൻ പാടില്ല. അതുപോലെ തന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന സ്നാപക യോഹന്നാൻ, അല്ലേ? അദ്ദേഹവും യഥാർത്ഥത്തിൽ പറഞ്ഞു വരുമ്പം പാപരഹിതനായിട്ടാണ് ജനിക്കുന്നത്. അപ്പം ജോൺ ജനിക്കുന്നതും പാപരഹിതനായിട്ടാണ്. പക്ഷേ ജോണും മരിക്കുന്നു. ജോണിനെ മരിക്കുകയല്ല, ജോണിനെ കൊല്ലുകയാണ്. അപ്പോൾ പറയും, ആരും കൊന്നില്ലായിരുന്നെങ്കിൽ ജോൺ ഇന്നും ജീവിക്കുമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? ജോൺ ജീവിക്കുന്നു 2000 വർഷം കഴിഞ്ഞിട്ട്. അശ്വത്ഥാമാ, ഇതൊന്നും ആരും ചിന്തിക്കാത്ത കാര്യമാണെന്ന് തോന്നുന്നു. പാപരഹിതനാണെങ്കിൽ മരിക്കാൻ പാടില്ല. പോട്ടെ, തല്ലിക്കൊന്നത്, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ കുരിശിലേറ്റുക, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് മാത്രമാണ്. ബാക്ടീരിയൽ കണക്കാണ്. ഇനി മറ്റൊരാൾ മേരിയാണ്. മേരിയുടെ അനൗൺസിയേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് മേരിയുടെ അടുക്ക് വന്ന് പറയാറുണ്ട്, ഹോളി സ്പിരിറ്റ് വന്ന് പറയും, നിനക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു, അവന് യേശു എന്ന് വിളിക്കണം, നീ വളരെ സന്തോഷവതിയായിരിക്കും, വളരെ ഭാഗ്യവതിയാണ് എന്നൊക്കെ പറയാറുണ്ട്. ആ പീരീഡിൽ യഥാർത്ഥത്തിൽ ഇവരും സിൻലെസ് ആയി മാറുകയാണ്. മേരി എങ്ങനെ സിൻലെസ് ആയി മാറുക? മേരി യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ്റെ മകളാണ്. എനിക്കൊന്ന് ജോക്കിം, സെയിൻറ്റ് ജോക്കിം എന്ന് പറയുന്നത്. ആനാണ് മേരിയുടെ മാതാവ്. സെയിൻറ്റ് ആൻ എന്ന് പറയുന്നത് കാത്തോലിക്കർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവമാണ്. അപ്പം ആനും ജോക്കിയും ഉണ്ട്. മേരിയെ എങ്ങനെയാണ് പാപരഹിതയാക്കുന്നത്? അതിനാണ് നമ്മൾ അമലോത്ഭവം എന്ന് പറയുന്നത്, ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. മേരി ജനിച്ചത് തന്നെ പാപരഹിതയായിട്ടാണ്. യേശു സിൻലെസ് ആയി. പിന്നെ മേരിയുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല. എന്നിട്ടും ഞങ്ങൾ മേരിക്ക് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞൊരു കഥ കൊടുത്തു, ജസ്റ്റ് ഫോർ എ ഹൊറർ, അത്രേ ഉള്ളൂ. ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ കൊടുത്തു. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും അക്കാര്യത്തിൽ സംസാരിക്കാനില്ല. പക്ഷേ മേരിയും മരിക്കുന്നു. മേരി ഇവിടെ ഇല്ലല്ലോ, നമ്മുടെ കൂടെ ഇല്ല. മേരിയുടെ മരണത്തെക്കുറിച്ച് ബൈബിളിൽ യാതൊരു പരാമർശവും ഇല്ല. 5-ാം നൂറ്റാണ്ടിലെങ്ങാണ്ടാണ് ആരാണ്ട് പറഞ്ഞു മേരി ഉടലോടെ സ്വർഗത്ത് പോയി. എന്നിട്ട് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് മേരി വലിയൊരു ഈ അമലോത്ഭവം തിയറി തന്നെ വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. 1859-ലെങ്ങാണ്ടാണ് മേരിക്കും ഇതേ കണക്ക് യേശുവിൻ്റെ കണക്കൊരു. പക്ഷേ ഈ 3 പേരും മരിക്കുന്നു. എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.